നമസ്കാരം. ബി.ജെ.പിയുടെ നിയന്ത്രണത്തിൽ ഉള്ള തിരുവനന്തപുരത്തെ തിരുവിതാംകൂർ സഹകരണ സംഘത്തിന്റെ തകരപ്പറമ്പ് ശാഖയിലെ തട്ടിപ്പ് ഗൗരവത്തോടെ കണ്ട് നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു. കഴിഞ്ഞ മാസം 22-ന് ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞതോടെ അധികൃതർ കൈമലർത്തി. ഇതോടെ നിക്ഷേപകർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. രേഖകൾ ഇല്ലാതെ ലക്ഷങ്ങൾ വായ്പ നൽകിയതാണ് പ്രതിസന്ധിയിലായത് എന്നാണ് സൂചനകൾ. 2004-ലാണ് സംഘം പ്രവർത്തനം ആരംഭിച്ചത്. മണക്കാട്, ശാസ്തമംഗലം, കണ്ണമൂല എന്നിവിടങ്ങളിൽ സംഘത്തിന് ശാഖകൾ ഉണ്ട്. നിക്ഷേപകരിൽ പലരും ബി.ജെ.പി. പ്രവർത്തകരാണെങ്കിലും പണം തിരികെ കിട്ടാതെ വലയുകയാണ്. ബി.ജെ.പിയിലെ ചില ഭരണസമിതി അംഗങ്ങളുടെ പേര് ഒഴിവാക്കിയാണ് 7 കേസുകളിലും എഫ്.ഐ.ആർ. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബി.ജെ.പി. നേതാവായ സംഘം പ്രസിഡന്റിനെ 1 സെക്രട്ടറിയെ 2 പ്രതികളാക്കി മുൻ ഭരണസമിതിയിലെ 11 പേർക്കെതിരെയാണ് കേസ്. ബി.ജെ.പി. നേതാവ് എം.എസ്. കുമാർ, മുൻ കൗൺസിലർ ജി. മാണിക്യം, എം. ശശിധരൻ, എസ്. ഗോപകുമാർ, കെ.ആർ. സത്യചന്ദ്രൻ, എസ്. ഗണപതി പോറ്റി, ജി. ബിനുലാൽ, സി. എസ്. ചന്ദ്രപ്രകാശ്, ടി. ദീപ, കെ. എസ്. രാജേശ്വരി, ചന്ദ്രിക നായർ എന്നിവരാണ് മുൻ ഭരണസമിതി അംഗങ്ങൾ. കഴിഞ്ഞ മാസം 22-ന് ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞു. അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാണ് ഇപ്പോൾ സൊസൈറ്റി. തട്ടിപ്പിന്റെ വ്യാപ്തി കൂടിയതിനെ തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറും. 3 കോടി രൂപയിൽ കൂടുതലുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കേണ്ടത്. എം.എസ്. കുമാർ ഒരു കാലത്ത് ബി.ജെ.പിയുടെ പ്രധാന നേതാവായിരുന്നു, സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. പഴവങ്ങാടി ശശിയും സത്യചന്ദ്രനും ബി.ജെ.പിയുടെ മുൻ ജില്ലാ അധ്യക്ഷന്മാരാണ്. ആർ.എസ്.എസിനോട് കലഹിച്ചാണ് ഇവർ ഈ ബാങ്ക് തുടങ്ങിയത് എന്നതാണ് വസ്തുത. ആർ.എസ്.എസ്. നിയന്ത്രണത്തിൽ ഉള്ള അനന്തപുരം സർവീസ് സഹകരണ ബാങ്കിലെ പ്രശ്നങ്ങളായിരുന്നു പുതിയ ബാങ്കിൻ്റെ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ചത്. അതിവേഗം എം.എസ്. കുമാറിൻ്റെ നേതൃത്വത്തിലെ ബാങ്ക് ലാഭത്തിലെത്തി. എന്നാൽ കോവിഡിന് ശേഷം നഷ്ടക്കണക്കിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയാണ് പോലീസ്. ഇതുവരെ 7 കേസുകളാണ് എടുത്തിരിക്കുന്നത്. നിലവിൽ 85 പേരാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകിയത്. 50 ലക്ഷം രൂപ മുതൽ നിക്ഷേപിച്ചിട്ടുള്ളവർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഭരണസമിതി അംഗങ്ങൾ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ വരുത്തിയ ഗുരുതര വീഴ്ച കാരണം സംഘത്തിന് 32 കോടി രൂപ സാമ്പത്തിക നഷ്ടമുണ്ടായെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിലും പറയുന്നു. നഷ്ടം ബന്ധപ്പെട്ട കാലയളവിലെ ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് പലിശ സഹിതം ഈടാക്കണമെന്നും സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഇൻസ്പെക്ടർ എം.എസ്. ദേവസേനൻ നായർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഇഷ്ടമുള്ളവർക്കെല്ലാം ലോൺ നൽകിയതാണ് എല്ലാ പ്രതിസന്ധിക്കും കാരണം. ജീവനക്കാരുടെ നിയമനത്തിലും സ്ഥാനക്കയറ്റത്തിലും ക്രമക്കേടുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. സംഘത്തിലെ ധൂർത്തും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുമാണ് പ്രതിസന്ധികൾക്ക് കാരണമായത്. നിക്ഷേപകരുടെ പരാതിയിൽ സൊസൈറ്റി പ്രസിഡന്റിനെ 1 സെക്രട്ടറി 2 പ്രതികളാക്കിയാണ് ഫോർട്ട് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ബോർഡ് അംഗങ്ങൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. സഹകരണ വകുപ്പും അന്വേഷണം പ്രഖ്യാപിച്ചു. ബാങ്കിലെ നിക്ഷേപകരിൽ പ്രമുഖ വ്യവസായികൾ അടക്കമുണ്ട്. CPM നേതാക്കൾക്കടക്കം ഈ ബാങ്കുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. സഹകരണ വകുപ്പിൻ്റെ അനുമതി ഇല്ലാതെ നിയമിച്ച കളക്ഷൻ ഏജന്റുമാർക്ക് 2011 മുതൽ 2023 വരെ കമ്മീഷനായി നൽകിയത് മാത്രം 4 കോടി രൂപയിലധികമെന്നാണ് റിപ്പോർട്ട്. 3.22 കോടി രൂപ ഹെഡ് ഓഫീസിനും 16.86 ലക്ഷം രൂപ ശാസ്തമംഗലം ശാഖയും 15 ലക്ഷം രൂപ കണ്ണമൂല ശാഖയും 56 ലക്ഷം രൂപ മണക്കാട് ശാഖയും ചെലവഴിച്ചു. സഹകരണ വകുപ്പിൻ്റെ അനുമതി ഇല്ലാതെ ഹെഡ് ഓഫീസിലും ശാഖകളിലും ക്രമവിരുദ്ധമായിട്ടാണ് കളക്ഷൻ ഏജന്റുമാരെ നിയോഗിച്ചത്. വ്യാപകമായ തട്ടിപ്പാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതിൽ ഉൾപ്പെട്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടയാളാണെങ്കിലും ശക്തമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടാനുള്ള എല്ലാ മാർഗവും അന്വേഷണത്തിലൂടെ വഴിതെളിഞ്ഞു വരും എന്നും റിപ്പോർട്ടുണ്ട്.